ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് പേജിൽ ഉണ്ടായിരുന്ന ഒരു ന്യൂസ് ചൂസ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു HPV വാക്സിനേഷൻ ഓർ HPV വൈറസ്. സോ എന്താണ് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കണം. ദെൻ അത് എങ്ങനെയാണ് അതിന്റെ വാക്സിനേഷൻ എന്നുള്ളത് കൂടിയിട്ട് നമ്മൾക്കൊന്ന് നോക്കണം. സോ പെർട്ടിക്കുലർലി നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഈ സെർവിക്കൽ ക്യാൻസർ പോലെയുള്ള ക്യാൻസറുകളെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വൈറസുകളെയാണ് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും പലപ്പോഴും ഒരു ഡൗട്ട് തോന്നാം, എ ക്യാൻസർ ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ഫ്രം എ വൈറസ്. ഒരു ക്യാൻസർ ഒരു വൈറസിൽ നിന്ന് ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നാം. സോ ദ ക്യാൻസർ ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ഫ്രം എ വൈറസ്. ഹൗ ദ വൈറസ് ഇസ് ലൈക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇതിന് കാരണമാകാറുണ്ട്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത്? നോർമലി സെക്ഷൽ ഇന്റർകോഴ്സിലൂടെയും അല്ലെങ്കിൽ അൺഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസസിലൂടെയൊക്കെയാണ് നമ്മളുടെ ഈ എന്താണ് ഈ HPV വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ഡബിൾ സ്ട്രാൻഡഡ് DNA വൈറസ്. ഓക്കെ, സോ നമ്മൾ COVID-19 പറഞ്ഞു, mRNA ആണ്, ഒരു സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ് നമ്മളുടെ COVID-19 വൈറസുകൾ എന്ന് പറയാറുണ്ട്. സോ HPV വൈറസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡബിൾ സ്ട്രാൻഡഡ് DNA വൈറസുകളാണ്. പാപ്പിലോമ വൈറസ് ഫാമിലിയിൽ പെടുന്ന വൈറസുകളാണ്. ദെൻ ഇറ്റ് ക്യാൻ ബി അഫക്ട് ബോത്ത് വുമൺ ആൻഡ് മെൻ. സോ അത് പോസിബിൾ ആയിട്ട് നിങ്ങൾക്ക് പുതിയൊരു അറിവായിരിക്കാം. ചിലപ്പോൾ അത് പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെ ബാധിക്കും. സോ സെർവിക്കൽ ക്യാൻസർ വരണമെങ്കിൽ അത് സ്ത്രീകൾക്ക് മാത്രമല്ലേ വരത്തുള്ളൂ. സോ അത് പുരുഷനെ അഫക്ട് ചെയ്യോ? പുരുഷനെയും അഫക്ട് ചെയ്യും. സോ പുരുഷനിൽ നിന്നും ഈ വൈറസ് ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ ഈ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. സ്ത്രീയിൽ നിന്ന് വേണമെങ്കിലും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാം. സോ എന്താണ്, രണ്ടുപേരും ഈ വാക്സിനേഷൻ എടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ എന്താണ് നോർമലി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുള്ളത്, 24 വയസ്സിനൊക്കെ മുന്നേ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതിന്റെ ഈ വാക്സിനേഷന്റെ പവർ കുറച്ചും കൂടി നമുക്ക് കിട്ടുക എന്നുള്ളതൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ പറയാറുണ്ട്. സോ ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. എന്താണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദെൻ എന്താണ് ഇതിന്റെ ആകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ദെൻ എങ്ങനെ ഇത് മാറ്റാം എന്നുള്ളതൊക്കെ ഒന്ന് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ അറിഞ്ഞിരിക്കുക. ഓക്കെ, second discussion is related to Union Cabinet note for Kerala to become Keralam. കേരള എന്നുള്ളത് കേരളം എന്നാക്കാനായിട്ട് യൂണിയൻ ക്യാബിനറ്റ് നോഡ് ചെയ്തിരിക്കുന്നു. സോ ഹൗ എ നെയിം ഓഫ് എ സ്റ്റേറ്റ് വിൽ ചേഞ്ച്? എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റുന്നത്? സോ കമ്മിങ് ടു ലക്ഷ്മികാന്തിൽ ഇല്ലാത്ത ഒരു കാര്യം പോലും ഇല്ല. ആർട്ടിക്കിൾ 3 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്ന് പറയുന്ന ഭാഗത്തിൽ ആർട്ടിക്കിൾ 1, ആർട്ടിക്കിൾ 2, ആർട്ടിക്കിൾ 3. അതിൽ ആർട്ടിക്കിൾ 3 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 3 authorizes the parliament to form a new state by separation of territory from any state or by uniting two or more states or part of the states. അതായത് ഒരു പുതിയ സ്റ്റേറ്റ് രൂപീകരിക്കാൻ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭജിച്ചെടുത്തുകൊണ്ട് ഒരു പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട്. ഇൻക്രീസ് ദ ഏരിയ ഓഫ് എനി സ്റ്റേറ്റ്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യാൻ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഏരിയ ഡെമിനിഷ് ചെയ്യാൻ, ബൗണ്ടറീസ് ഓൾട്ടർ ചെയ്യാൻ, ദെൻ ഓൾട്ടർ ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ്. സോ ഈ ഒരു വാർത്ത നമ്മളുടെ ന്യൂസിൽ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഏത് ആർട്ടിക്കിളിലേക്ക് പോകണം? ആർട്ടിക്കിൾ 3 പ്രകാരമാണ് പാർലമെന്റിന് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 3ന്റെ അണ്ടറിലുള്ള ഈ ഒരു അമെൻമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആയിട്ട് കണക്കാക്കുമോ? ഇല്ല. കാരണം ആർട്ടിക്കിൾ 3ന്റെ അണ്ടറിലുള്ള അമെൻമെന്റ് ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയില്ല. സോ ആർട്ടിക്കിൾ 3ന്റെ അണ്ടറിൽ വരുന്ന ഈ ഒരു അമെൻമെന്റ് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുകളായിട്ട് കണക്കാക്കുകയില്ല.
ദെൻ എന്റെ അടുത്ത ചോദ്യം, ഈ ആർട്ടിക്കിൾ 3 ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റേറ്റുകളുടെ സമ്മതം ആവശ്യമാണോ? കാരണം ഫോർ എക്സാമ്പിൾ ഗുജറാത്തിന്റെ പേര് എനിക്ക് മാറ്റണം, ഗുജറ എന്നാക്കണം. ഓക്കെ, സോ ഗുജറാത്തിലെ സ്റ്റേറ്റിന്റെ ഒരു എന്താണ് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ എനിക്ക് ആവശ്യമാണോ? തീർച്ചയായും ആവശ്യമാണ്. സോ ആർട്ടിക്കിൾ 3 ഒരു പ്രത്യേകതയാണ്, അത് പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ ഇല്ലാണ്ട് സഭയിൽ അവതരിപ്പിക്കാനായിട്ട് പാടില്ല. ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, the above changes can be introduced in the parliament only with the prior recommendation of the president, and before recommending the bill, president has referred the same to the state legislature. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഓട് റെഫർ ചെയ്തുകൊണ്ട് അവരിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് ആരായണം? പ്രസിഡന്റ് ആരായണം. ദെൻ പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ ഇല്ലാണ്ട് ആർട്ടിക്കിൾ 3 ഒരു സംസ്ഥാനത്തിന്റെ പേര് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. സോ അതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമല്ലേ? ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. സോ ആർട്ടിക്കിൾ 3 പ്രകാരമാണ് ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റുന്നത്, ബൗണ്ടറീസ് മാറ്റുന്നത്, സംസ്ഥാനത്തിൽ നിന്ന് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തെടുത്തുകൊണ്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? ആർട്ടിക്കിൾ 3 പ്രകാരമാണ്. സോ അത് ഒരു സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് അല്ല. ദെൻ പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ ഉണ്ടായിരിക്കണം. ദെൻ അതുകൂടാതെ എന്താണ്, സ്റ്റേറ്റുകളിലേക്ക് റെഫർ ചെയ്യാൻ ആര് റെഫർ ചെയ്യും? പ്രസിഡന്റ് റെഫർ ചെയ്യും. ഓക്കെ, സ്റ്റേറ്റുകൾ എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ സ്റ്റേറ്റുകളിലേക്ക് റെഫർ ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ ആ ഒരു കാര്യം ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവില് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു കാര്യം പ്രിലിംസ് പെർസ്പെക്റ്റീവില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെച്ചേക്കുക. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ഡിസ്കഷൻ, വാട്ട് ഈസ് ഇന്ത്യ ഇസ്രായേൽ റിലേഷനുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ന്യൂസ് ഓപ്പൺ എഡിറ്റോറിയൽ. സോ എന്താണ് ഇതിന് പ്രാധാന്യം? മോദിജി ഇസ്രായേൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് എവിടെ എത്തിയിരിക്കുകയാണ്? ഇസ്രായേലിൽ എത്തിയിരിക്കുകയാണ്. സോ വി നോ ഹൗ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻസ് ദീസ് വിസിറ്റ് ഈസ്. എന്തുകൊണ്ടാണ്? സോ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ വളരെ അടുത്ത സൗഹൃദ ബന്ധങ്ങളുള്ള കൺട്രീസ് ആണ്, പർട്ടിക്കുലർലി ഡിഫൻസിന്റെ കാര്യത്തിൽ. ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ കയ്യിൽ ഹൈലി മോഡേൺ ടെക്നിക്കുകളുണ്ട്, ടെക്നിക്കുകളും ടെക്നോളജീസും ഉണ്ട്. ഇതെല്ലാം നമ്മൾ കാലാകാലങ്ങളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, സോ ഇന്ത്യയുടെ ഒരു ന്യൂ ജനറേഷൻ ടെക്നോളജീസ് എല്ലാം സംഭാവന ചെയ്തിരിക്കുന്നത് ആരാണ്? ഇസ്രായേലാണ്. ഓക്കെ, സോ ആ ഇസ്രായേലിനെ കാണാനായിട്ട് ആര് പോയിരിക്കുകയാണ്? നമ്മളുടെ നരേന്ദ്രമോദിയാണ്. സോ അത് എന്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു യാത്ര പുറപ്പെടുന്നത്? ഒന്ന്, ഗാസയിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു അവസരത്തിലാണ്. ദെൻ US-ന്റെയും ഇറാന്റെയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സന്ദർഭങ്ങളിലാണ്. ദെൻ ഇന്ത്യയുടെ അലയൻസ് UAE-യിലേക്കും സൗദി അറേബ്യയിലേക്കും മറ്റു കൺട്രീസിലേക്കും എല്ലാം കയറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ആര് പോയിക്കൊണ്ടിരിക്കുന്നത്? നരേന്ദ്രമോദി ഇസ്രായേലിനെ കാണാനായിട്ട് പോകുന്നത്. സോ ഹിയർ വി ഡിസ്കസ് India-US റിലേഷൻസ്. ഓക്കെ, സോ India-US റിലേഷൻ അല്ല, India-Israel റിലേഷൻസ്. ഓക്കെ, സോ India-Israel റിലേഷൻസ് പെർട്ടിക്കുലർലി ഞാൻ പറഞ്ഞു എന്താണ്, നമ്മുടെ ഡിഫൻസ് റിലേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഹൈ ടച്ചിൽ നിൽക്കുന്നത്. അറൌണ്ട് 34% ഓഫ് ആംസ് എക്സ്പോർട്ട്, ഇസ്രായേലിന്റെ ആംസ് എക്സ്പോർട്ട് എന്താണ്? ഇന്ത്യയിലേക്കാണ് എന്നാണ് ഒരു പ്രൈവറ്റ് ഏജൻസിയുടെ കണക്ക് സൂചിപ്പിക്കുന്നത്. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അയേൺ ഡോം എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്രായേലിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. ദെൻ പെർട്ടിക്കുലർലി ഇന്ത്യയിൽ ഒരു മിസൈൽ ഉണ്ടല്ലോ, ഐ ഫർഗോട്ട് ദ നെയിം. സോ ഇന്ത്യ ബറാക്ക് എന്ന് പറഞ്ഞൊരു മിസൈൽ ഉണ്ട് ഇന്ത്യക്ക്. സോ ഈ ബാരക് എന്ന് പറയുന്ന മിസൈല് ആരാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഇസ്രായേലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ ഡിഫറെന്റ് ടെക്നോളജീസ് ഇന്ത്യയില് ഈ ഇസ്രായേലിന്റെ പാർട്ട്ണർഷിപ്പോട് കൂടിയിട്ട് നടക്കുന്നുണ്ട്. ദെൻ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്ന എയർബോൺ സിസ്റ്റത്തില് പലതിലും ഇസ്രായേലിന്റെ കാപ്പബിലിറ്റി ഉണ്ട്. ദെൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കൂടിയ ഒരു കൺട്രിയാണ്. സോ ഒരു അരിഡ് കണ്ടീഷനാണ് ഇസ്രായേൽ എന്ന് നമുക്കറിയാം. എന്നാൽ ആ കണ്ടീഷനിലും ഡ്രിപ്പ് ഇറിഗേഷൻ മൂലവും അല്ലെങ്കിൽ സയന്റിഫിക് അഗ്രികൾച്ചറൽ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, എന്താണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി? ഒരു ഏക്കർ ലാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ലാൻഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിളവുകളുടെ അളവ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു യൂണിറ്റ് ലാൻഡിൽ നിന്ന് ചിലപ്പോ 500 തക്കാളി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 5 കിലോ തക്കാളി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ 1 കിലോ ലാൻഡിൽ നിന്ന് ചിലപ്പോ 7 കിലോയോ 8 കിലോയോ തക്കാളി പ്രൊഡ്യൂസ് ചെയ്യും. സോ ഹിസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഈസ് ഹയർ ദാൻ മീ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ ഇസ്രായേലിന്റെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഇന്ത്യയെക്കാൾ വളരെയേറെ കൂടുതലാണ്. കാരണം അവിടുത്തെ സയന്റിഫിക് അഗ്രികൾച്ചറൽ കൾട്ടിവേഷൻ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, കേരളത്തിൽ നിന്ന് കൃഷിയെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു 40 അംഗ സംഘമോ 50 അംഗ സംഘമോ ഇസ്രായേൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു കൃഷിക്കാരനൊക്കെ ഉണ്ടല്ലോ. സോ അദ്ദേഹമൊക്കെ പണ്ട് ഇസ്രായേൽ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഇനീഷ്യേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ സന്ദർശിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ മറ്റൊരു മേജർ കോപ്പറേഷൻ വരുന്നത് ടെക്നോളജിയാണ്, പർട്ടിക്കുലർലി അഗ്രികൾച്ചറൽ ടെക്നോളജി. ദെൻ മെയിൻസിന് അങ്ങനെ തന്നെ എഴുതേണ്ട ഒരു പോയിന്റ് ഉണ്ട്, മാഷവ് എഗ്രിമെന്റ് എന്ന് പറയും. സോ മാഷവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഫോറിൻ മിനിസ്ട്രി 1958 മുതൽ തുടർന്നു കൊണ്ടുപോകുന്ന ഒരു ഡെവലപ്മെന്റ് പ്രാക്ടീസ് ആണ്, അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ഡെവലപ്മെന്റ് ആണ് മാസവ് എന്ന് പറയുന്നത്. സോ പർട്ടിക്കുലർലി അവരുടെ കയ്യിൽ ടെക്നോളജീസ് ഉണ്ടാകും, ഫണ്ടുകൾ ഉണ്ടാകും, അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൂടിയിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ മാസഫിന്റെ ലക്ഷ്യം. സോ ഇത് പർട്ടിക്കുലർലി നടത്തുന്നത് ഇസ്രായേലിന്റെ ഫോറിൻ മിനിസ്ട്രിയാണ് ഇത് നടത്തുന്നത്. സോ അന്നത്തെ ഫോറിൻ മിനിസ്ട്രിയും അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന 1958 പ്രസിഡന്റ് അല്ല, പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആളുടെയൊക്കെ ഒരു തോട്ടിൽ നിന്നാണ് ഈ മാസഫ് എന്ന് പറയുന്ന ഒരു അലയൻസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്തത്. സോ അത് പ്രകാരം ഈ മാസമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹരിയാന ഗവൺമെന്റും രാജസ്ഥാൻ ഗവൺമെന്റും വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗിൽ MOUs സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇന്ത്യയുടെ വാട്ടർ പ്രോബ്ലംസിനെ ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചു? ഇസ്രായേലിന് സാധിച്ച ഒരു സിസ്റ്റമാണ് ഈ മാസഫ് എഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇത് ഒരു പെർട്ടിക്കുലർലി ഇവരിലേക്ക് മാത്രം ഒപ്പിടുന്നതാണ്. സോ ഇത് ആരായിട്ട് ഒപ്പിടുന്നതല്ല, ഇസ്രായേൽ ഗവൺമെന്റ് ആയിട്ട് ഒപ്പിടുന്നതല്ല, സോ മാസഫ് ആയിട്ടാണ് ഒപ്പിടുന്നത്. ഓക്കെ, ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ അവർക്കറിയാം ടെക്നോളജി ഏറ്റവും കൂടുതലുള്ള മറ്റൊരു ശക്തിയാണ് ഇസ്രായേൽ എന്നുള്ളത്. സോ അതിന്റെ കാര്യത്തിലും AI-യുടെയും ഇന്നോവേഷന്റെയും കാര്യത്തിലും കുറച്ചും കൂടിയിട്ട് ഇംപ്രൂവ്മെന്റ് ഇവിടെ ഉണ്ടാകും. ദെൻ അടുത്തത് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റുകൾ. എന്ന് നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയുടെ ബൈലാറ്ററൽ ട്രേഡ് ആരുമായിട്ട്? ഇസ്രായേലുമായിട്ട് വളരെ കൂടുതലാണ്. ഇസ്രായേൽ സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ ഇൻ ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണറാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയും. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ കുറിച്ച് നെക്സ്റ്റ് ഒരു ചർച്ച വരുന്നുണ്ട്. സോ അതിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ട്രേഡിന്റെ കാര്യത്തിലും ഇന്ത്യ ഇസ്രായേലിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ IMEC. എന്താണ് IMEC? ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കോണമിക് കോറിഡോർ. ഓക്കെ, സോ എന്താണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കോണമിക് കോറിഡോർ എന്ന് പറഞ്ഞാൽ? ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലൂടെ കടന്ന് യൂറോപ്പിലേക്ക് പോകുന്ന ഒരു എക്കോണമിക് കോറിഡോർ ആണ് IMEC. ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഗാസ കലാപം നടക്കുന്ന സമയത്ത്. സോ അന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, എഡിറ്റോറിയലിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ബെസ്റ്റ് ആർട്ടിക്കിൾ ആണ് 2025 ഒരു ബെസ്റ്റ് ആർട്ടിക്കിൾ. എന്തായിരുന്നു? മിഡിൽ ഈസ്റ്റ് ശാന്തമാകാണ്ട് ഒരിക്കലും നമുക്ക് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കോണമിക് കോറിഡോറിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതായിരുന്നു ആ ഒരു ആർട്ടിക്കിളിന്റെ ഇതിവൃത്തം. സോ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യാണ്ട്, ഇസ്രായേലിന്റെ ഒരു പിന്താങ്ങലില്ലാണ്ട് നമുക്കൊരിക്കലും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കോണമിക് കോറിഡോർ നമുക്ക് മുന്നോട്ട് വെക്കാൻ പോലും, അല്ലെങ്കിൽ ഒരു ബേസിക് ചിന്തയിൽ പോലും ആലോചിക്കാനായിട്ട് ഇസ്രായേലിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റില്ല. കാരണം ഇസ്രായേലാണ് കറന്റ്
നമ്മളുടെ മിഡിൽ ഈസ്റ്റിന്റെ പല പ്രശ്നങ്ങൾക്കും കാരണം, അല്ലെങ്കിൽ അവിടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഇസ്രായേലാണ്. സോ ഇസ്രായേലിന്റെ ഒരു സപ്പോർട്ട് കൂടിയേ തീരൂ ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കോണമിക് കൊറിഡോർ പ്രാവർത്തികമാക്കാനായിട്ട്. സോ ഒരു ഡിപ്ലോമാറ്റിക് എഫക്ട് എന്നുള്ള രീതിയിലാണ് ആര് ഇസ്രായേലിലേക്ക് പോകുന്നത്, നമ്മുടെ മോദിജി ഇസ്രായേലിലേക്ക് പോകുന്നത്. സോ ഇതിന് പല അർത്ഥങ്ങളും, അതായത് എന്താണ് യു എസുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്ന അവസരം, ദെൻ എന്താണ് ഗാസ യുദ്ധം കഴിഞ്ഞിരിക്കുന്ന ഒരു അവസരം, ദെൻ പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത സൗഹൃദ ബന്ധമുള്ള ഒരു അവസരത്തിൽ ഇസ്രായേലുമായിട്ടുള്ള നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഊട്ടിയുറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിനെ ഊട്ടിയുറപ്പിക്കുക എന്ന് തന്നെയാണ്. ഓക്കെ ആണോ? സോ കൃത്യമായിട്ട് മനസ്സിലായാലും ഇസ്രായേൽ എങ്ങനെയാണ് ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിനെ ഫാക്ടർ ചെയ്യുന്നത്, ഇന്ത്യയുടെ ടെക്നോളജീസിനെ ഫാക്ടർ ചെയ്യുന്നത്. ദെൻ അറിയോ, നമ്മളുടെ പെഗാസസ് എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ട്? പെഗാസസ് നമ്മളുടെ സുപ്രീം കോടതി ജഡ്ജിയുടെ ഫോണിലേക്കും രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവിന്റെയൊക്കെ ഫോണിലേക്കൊക്കെ പെഗാസസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പെഗാസസ് വൈറസ് എവിടെ നിന്നായിരുന്നു? ഇസ്രായേലിലെ ഒരു സംഘടനയായിരുന്നു ഈ പെഗാസസ് വൈറസ് ഉൽപ്പാദിപ്പിക്കുകയും അത് തന്നിരുന്നതൊക്കെയായിരുന്നു വാദങ്ങൾ. സോ ടെക്നോളജിയുടെ കാര്യത്തിൽ ദേ ആർ കം വിത്ത് ചില പോയിന്റുകളിൽ അവർ മുന്നിലാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. കമ്മിങ് ടു ദ നെക്സ്റ്റ് ഡിസ്കഷൻ. നെക്സ്റ്റ് ഡിസ്കഷൻ ഈസ് റിലേറ്റഡ് ടു എന്താണ്, നമ്മളുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകളുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്. സോ ഇന്ത്യ അമൃതകാലത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ, അമൃത് കാല 2047 കടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ട്രേഡ് ഡിപ്ലോമസിയിലും ട്രേഡ് സ്ട്രാറ്റജിയിലും ചില ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട്. പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒരിക്കലും പെട്ടെന്ന് അങ്ങോട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ ഒപ്പിടുന്ന ഒരു കൺട്രി ആയിരുന്നില്ല. ഓക്കെ, സോ ഇന്ത്യ എന്താണ് നമ്മളുടെ ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് നേച്ചർ കാണിച്ചുകൊണ്ടിരുന്ന കൺട്രി ആയിരുന്നു. വെറുതെ എപ്പോഴും നമ്മളുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളോടൊപ്പം പോകുന്ന കൺട്രീസിനോട് മാത്രമായിരുന്നു നമ്മൾ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് ഒപ്പിടാറുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 5-10 വർഷങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ ഒരുപാട് രാജ്യങ്ങളായിട്ട് ഒപ്പിട്ടിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ UK ആയിട്ട് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു, UAE, ദെൻ എന്താണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നു, ദെൻ നമ്മൾ USA ഒരു ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ട് പോകുന്നു. സോ there is a shift in strategy, there is a decisive shift in strategy എന്നാണ് ആര് പറയുന്നത്, നമ്മളുടെ ഈ ഓപ്പൺ എഡിറ്റോറിയൽ എടുത്തിരിക്കുന്ന ആള് പറയുന്നത്. സോ പെർട്ടിക്കുലർലി ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് അല്ലെങ്കിൽ ട്രേഡ് മേജർലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലൂടെയാണ്. ഇന്ത്യയുടെ ട്രേഡിന്റെ കോമ്പറ്റീറ്റീവ്നെസ്, ഇന്ത്യയുടെ ട്രേഡിന്റെ ക്വാളിറ്റി, ഇന്ത്യയുടെ ട്രേഡിന്റെ ക്വാണ്ടിറ്റി, ഇതെല്ലാം ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്തിലൂടെയാണ്? ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകളിലേക്ക് ഇന്ത്യ കടന്നു പോകുന്നതിലൂടെയാണ്. പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റുകളൊക്കെ ആയിരുന്നു നമ്മൾ മുന്നേ കൊടുത്തിരുന്നത്. ജപ്പാനൊക്കെ ആണെങ്കിലും വേറെ ഏത് കൺട്രീസ് ആണെങ്കിലും നമുക്ക് സ്നേഹമുള്ള കൺട്രീസിനോട് പോലും നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല? ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ പണ്ട് കൊടുക്കൂലായിരുന്നു. പക്ഷേ ഇപ്പൊ കാണുന്ന എല്ലാവരോടും ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. കാരണം എന്താണ്? എക്സ്പോർട്ടാണ് ഇന്ത്യയുടെ എക്കോണമിയെ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. സോ അതിന് മുടക്കം വരാനായിട്ട് നിങ്ങൾ ചോദിക്കാം, എന്താണ് US പെട്ടെന്ന് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലേക്കൊക്കെ നമ്മൾ പോയത്? കാരണം നമ്മളുടെ ട്രേഡ് കോംപ്രമൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ശ്രമിക്കുന്നില്ല. കാരണം എന്താ? ബാക്കിയുള്ള കൺട്രീസ് ഈ ട്രേഡിനെ ഹാർനസ് ചെയ്യാനായിട്ട്, ഈ ട്രേഡിനെ ഈ ട്രേഡിനെ തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് പോലെ, വിയറ്റ്നാം പോലെ, ദെൻ നമ്മളുടെ അടുത്തുള്ള പല കൺട്രീസും എക്സ്പോർട്ടിംഗ് ക്വാളിറ്റീസ്, ചൈന പോലെയുള്ള മാർക്കറ്റുകൾ ഈ ട്രേഡിനെ തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചൈനയുടെ ഒരു ഡിഫറെന്റ് കേസാണ്, ഒരു പെർട്ടിക്കുലർ കേസാണ്. പക്ഷേ ബംഗ്ലാദേശിന്റെ, ഈ വിയറ്റ്നാം പോലെയുള്ള കൺട്രീസിന്റെ, ദെൻ ബ്രസീൽ, ഇങ്ങനെയുള്ള കൺട്രീസ് എല്ലാം എന്താണ് നമ്മളുടെ ഒരു ട്രേഡ് കോമ്പറ്റീറ്റീവ്നെസിന്റെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഡിസിസീവ് ഷിഫ്റ്റ് എവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മളുടെ ട്രേഡ് പോളിസിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഈ ഒരു
ഓപ്പൺ എഡിറ്റോറിയലിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. സോ വികസിത ഭാരതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളുടെ ഒരു ഡിപ്ലോമാറ്റിക് ട്രൈസുകളിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് അത്യാവശ്യമാണെന്ന് കൂടിയിട്ട് പറഞ്ഞു നിൽക്കുകയാണ്. ദെൻ കൗതുകത്തോട് കൂടിയിട്ട് വന്നിരുന്ന ഒരു വാർത്തയാണ് എന്താണ്, ലാപ്പിസ് ലസൂലിയുമായി ബന്ധപ്പെട്ട്. സോ പലപ്പോഴും ഹിസ്റ്ററിയിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളാണ് എന്താണ് ലാപ്പിസ് ലസൂലി. സോ വാട്ട് ഈസ് ലാപ്പിസ് ലസൂലി? ഇന്ദ്രനീലം എന്ന് കേട്ടിട്ടുണ്ടാവും. ഇന്ദ്രനീലിമയോടും ആ പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, സോ ഇന്ദ്രനീലത്തെയാണ് ലാപ്പിഡ് ലസൂലി എന്ന് പറയുന്നത്. നിങ്ങൾ താജ്മഹൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താജ്മഹാലിന്റെ ഈ മാർബിളിന്റെ ഉള്ളില് ചില നീല പൊട്ടുകൾ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആ കണ്ടന്റാണ്, ആ ഒരു നീല കളറിലുള്ള സാധനത്തെയാണ് ലാപ്പിസ് ലസൂലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ദ്രനീലം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പെർട്ടിക്കുലർലി നമ്മളുടെ പുരാതനമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ തുടങ്ങി ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ജെമ്മാണ്. ഓക്കെ, സോ ഇൻഡസ് വാലി സിവിലൈസേഷനുകളിൽ ഉൾപ്പെടെ ഈ ലാപ്പിസ് ലസൂലിയുടെ സാന്നിധ്യം നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും പ്രിലിംസ് ടെസ്റ്റ് സീരീസുകളിലൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ലാപ്പിസ് ലസൂലി ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള ആളുകൾക്ക് എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്നാണ് കിട്ടിയത്? അഫ്ഗാനിസ്ഥാൻ മേഖലകളിൽ നിന്നാണ് ലാപ്പിസ് ലസൂലി ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനുകൾക്ക് വേണ്ടിയിട്ട് ലഭിച്ചുകൊണ്ടിരുന്നത്. സോ അഫ്ഗാനിസ്ഥാൻ ഏരിയാസ് ആണ് ലാപ്പിസ് ലസൂലിയുടെ അല്ലെങ്കിൽ ഇന്ദ്രനീലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് ഉള്ളത്. സോ ആ ഒരു കാര്യവും കൂടിയിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പർട്ടിക്കുലർലി ഈ ഒരു ലാപ്പിസ് ലസൂലിയുടെ ഇന്നത്തെ വാർത്ത അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എവിടെ നിന്നാണ്? അഫ്ഗാനിസ്ഥാൻ റീജിയനിൽ നിന്നാണ് നമ്മളുടെ ലാപ്പിസ് ലസൂലി എങ്ങടേക്ക് കിട്ടിയിരിക്കുന്നത്, ഇന്ത്യയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കൂടി എന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ,